ठीक है। ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु के नाम की महिमा हो. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ് ഞാൻ മെസ്സിഹി മണ്ഡലിലുള്ള വിശുദ്ധന്മാരുടെ മുൻപാകെ നിൽക്കുവാൻ ഇടയായിരിക്കുന്നത്. मसीह मंडी के भाई बहनों के साथ मैं बहुत ही आनंदित हूँ, मानो एक उत्सव मनाने वाले एक समूह के साथ में बैठा हूँ. ഞാനും എൻ്റെ വൈഫും കൂടെ ഈ സഭയിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ആലോചന ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നതായിരിക്കുന്ന ദിവസം മുതൽ ഈ സഭ ഞങ്ങളെ ദൈവകരങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കുന്ന വിവരം ദേവദാസൻ എന്നോട് വ്യക്തമാക്കിയിരുന്നു. जब से हमने इंदौर में आने के लिए और आपकी कलीसिया के साथ सहभागिता करने के लिए आने की इच्छा प्रकट की, तब से ही कलीसिया हमारे लिए निरंतर प्रार्थना करती आई है. इस बात को हमें बताया गया. ഒരു മാസം മുമ്പ് എൻ്റെ ഭാര്യയ്ക്ക് വളരെ കഠിനമായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന പ്രതിസന്ധിയിൽ കൂടി ഒരുപക്ഷെ മരണത്തിൻ്റെ വക്കിൽ കൂടി കടന്നുപോയിരുന്നു. करीब 1 महीने पहले मेरी पत्नी को बहुत ही कठिन एक अवस्था में से होकर गुजरना पड़ा, मानो एक मृत्यु के बहुत करीब एक अनुभव में से होकर जाना पड़ा. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ആ പ്രതിസന്ധിക്ക് ആശ്വാസം നൽകുകയും കടന്നു വരുവാൻ സാധിക്കുമോ എന്നുള്ളതായിരിക്കുന്ന സംശയം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. എങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഈ സഭയുടെയും അതുപോലെ പല ദൈവസഭകളുടെയും പ്രാർത്ഥനയുടെ പിൻബലത്തിൽ അത് സാധ്യമാക്കി തന്നു എന്നുള്ളത് നന്ദിയോടുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. परंतु परमेश्वर का धन्यवाद हो. हम प्रभु का धन्यवाद करते हैं कि आपके और अनेक कलीसियाओं की प्रार्थना के उत्तर में परमेश्वर ने हमारे हृदय की इच्छा को पूरा करते हुए यहाँ पर आने के लिए और इस कलीसिया के साथ सहभागिता करने के लिए परमेश्वर ने बड़ी दया की. हम पर भी प्रभु ने जो करुणा की उसके लिए हम प्रभु का धन्यवाद करते हैं. ഈ സഭയുമായിട്ട് ഏകദേശം 5 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. इस कलीसिया के साथ करीब 5 वर्ष का संबंध मेरा है. ഈ സഭയിൽ കടന്നു വരുന്നത് ഇതുപോലെയുള്ള ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നത് ആദ്യമായിട്ടാണ്. भले ही इस तरह से कलीसिया में एक सभा में आने के लिए पहला अवसर मिला है. എന്നാൽ എൻ്റെ മകൻ ബെനറ്റ് ഇവിടെ മിക്കവാറും എല്ലാവർക്കും തന്നെ പരിചിതനാണ്. परंतु मेरा बेटा बेनेट आप सभी के लिए परिचित है. അവൻ്റെ അഡ്മിഷനോടുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ദൈവദാസൻ ജെയിംസ് സാമുവൽ സഹോദരനെയും കുടുംബത്തെയും കാണുവാനും പരിചയപ്പെടുവാനും അതിനുശേഷം നിരന്തരമായി ഈ സഭയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ദിവസേനയുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകളിൽ നിങ്ങളെ വഹിക്കുക പതിവായിരുന്നു. मेरे बेटे बेनेट के एडमिशन के सिलसिले में, कॉलेज एडमिशन के सिलसिले में जब वो इंदौर में आया था, उस समय पर प्रभु के दास के परिवार के साथ मुलाकात करने के लिए और उसके बाद फिर इस कलीसिया को निरंतर हमारे प्रार्थनाओं में उठाए रखने के लिए प्रभु ने सहायता की. എന്നാൽ 2 വർഷം മുൻപ് ആണ് ഈ സഭയുമായിട്ട് കുറെ കൂടി ഗാഢമായിരിക്കുന്ന ബന്ധം ഉണ്ടാകുവാൻ ഇടയായത്. परंतु 2 वर्ष पहले इस कलीसिया के साथ और भी गहरे संबंध में आने के लिए प्रभु ने सहायता की. ഞങ്ങളുടെ മകൾ ബെറ്റ്സിയെ ഞങ്ങൾ പ്രിയ ബെഞ്ചമിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇന്ന് കൃത്യം 2 വർഷം തികയുകയാണ്. हमारी बेटी बेट्सी को भाई बेंजामिन के हाथ में सौंपने के बाद से आज ठीक 2 वर्ष पूर्ण हुए हैं. അതിനോടനുബന്ധിച്ച് ഇന്ന് അവർക്കൊരു താൽക്കാലിക ഭവനം ദൈവം ഒരുക്കിയതിനോടുള്ള ബന്ധത്തിലുള്ള
അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വരുവാൻ വിശേഷാൽ ഇടയായി തീർന്നിരിക്കുന്നത്. और इसके साथ साथ परमेश्वर ने उन्हें जो एक तात्कालिक भवन इस संसार में दिया है, उस भवन को परमेश्वर के हाथों में सौंपने के सिलसिले में भी हम इस तरह से आ पाए, इसलिए हम प्रभु का धन्यवाद करते हैं. ആമുഖം ഒരല്പം മുൻപോട്ട് നീങ്ങിപ്പോയി. എനിക്കറിയാം ദൈവവചനം ശുശ്രൂഷയ്ക്കുള്ളതായിരിക്കുന്ന സമയം മറ്റു നിലയിൽ നമുക്ക് കളയുവാനില്ലല്ലോ. എങ്കിലും ദൈവദാസൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് വചന ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊരു പ്രാസംഗികനല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ അങ്ങനെ ഞങ്ങൾ ആരും തന്നെ വലിയ പ്രാസംഗികരൊന്നും അല്ല, അതുകൊണ്ട് വചനം സംസാരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. पिछले दिनों जब प्रभु के दास ने मुझसे वचन की सेवा करने के लिए कहा, तो मैंने उनसे कहा था कि मैं बहुत बड़ा प्रचारक नहीं हूँ. तो उन्होंने मुझे बताया कि हम में से कोई भी प्रचारक नहीं है. वचन की सेवा करने के लिए मुझसे आग्रह किया. എന്നാൽ ആ സമയം ഞാൻ ദൈവത്തോട് എൻ്റെ ഹൃദയമുയർത്തി ഒരാലോചന ചോദിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതായിരിക്കുന്ന വചനം അപ്പസ്തോല പ്രവൃത്തികൾ 14-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. और उस समय जब प्रभु की ओर मैंने अपनी दृष्टि उठाई और प्रभु से प्रार्थना की कि प्रभु अपने वचन को मुझे दे, तो एक भाग जो मेरे मन में परमेश्वर ने दिया वो है प्रेरितों के काम की पुस्तक, उसका 14वां अध्याय वर्स 22 और उसका 22वां पद. प्रेरितों के काम की पुस्तक, उसका 14वां अध्याय और उसका 22वां पद. और चेलों के मन को स्थिर करते रहे और यह उपदेश देते थे कि विश्वास में बने रहो, और यह कहते थे हमें बड़े क्लेश उठाकर परमेश्वर के राज्य में प्रवेश करना होगा. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വിഷയമാണല്ലോ. परमेश्वर की इच्छा हमारे जीवन के विषय में यह है कि हम विश्वास में स्थिर रहें या विश्वास में बने रहें. അതിൻ്റെ ബാഹ്യമായിരിക്കുന്ന ഒരു പ്രദർശനമാണ് നാം ഇതുവരെയും ദൈവസന്നിധിയിൽ വിനയാന്വിതരായി ദൈവഭയത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഇടയായത്. और इसका एक बाहरी प्रगटीकरण या बाहरी एक चिन्ह है कि हम परमेश्वर के सन्मुख आज इस तरह से बैठे हैं, प्रभु की आराधना कर रहे हैं. എന്നാൽ അതോടൊപ്പം വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ അനേക കഷ്ടങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും എന്നുള്ളത് ദൈവദാസനായ അപ്പസ്തോലനായ പൗലോസും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ബർണബാസും ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. परंतु जब हम इस संसार में अपने मसीही जीवन को बिता रहे हैं, तो प्रेरित पौलुस और बरनबास उनके जो साथी थे, वो इस बात को, इस बड़ी सच्चाई को हमें स्मरण दिलाते हैं कि हमें परमेश्वर के राज्य में बहुत ही क्लेश उठाते हुए पहुंचना होगा. കഷ്ടത എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നാം എത്രയോ പ്രസംഗങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. मुझे कोई संदेह नहीं है कि आपने क्लेश के विषय में या संसार में प्रभु के लोगों को जो कठिनाइयां अनुभव करनी पड़ती हैं, उसके विषय में अनेक संदेश सुने होंगे. എന്നാൽ ഇവിടെ അപ്പസ്തോലനായ പൗലോസ് ഈ വിഷയത്തെ സംബോധന ചെയ്യുമ്പോൾ ദൈവനാമത്തോടുള്ള ബന്ധത്തിലും സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും ഉളവാകുന്നതായിരിക്കുന്ന കഷ്ടതയോടുള്ള ബന്ധത്തിലാണ് അവർ ദൈവജനത്തെ അഭിസംബോധന ചെയ്യുന്നത്. परंतु यहाँ पर प्रेरित पौलुस जिस क्लेश के बारे में, जिस कठिनाई के बारे में यहाँ पर बता रहा है, वो प्रभु यीशु मसीह के पीछे चलने के कारण, प्रभु यीशु मसीह के शिष्य होने के कारण और सुसमाचार की गवाही देने के कारण जो क्लेश आता है, उसके बारे में बता रहा है. കഷ്ടത എന്നുള്ളതായിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ അനേക പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. कष्टों के विषय में या क्लेश के विषय में परमेश्वर का वचन बहुत सारे शब्दों का प्रयोग करता है. അതിൽ ചില വാക്കുകൾ പീഡ, ബാധ, വ്യഥ, വേദന, യാതന, ദുഃഖം, അനർത്ഥം, ഉപദ്രവം, ഇനിയും പല വാക്കുകളുണ്ട്. ഞാൻ ഇതിൽ ഒതുക്കുകയാണ്. बहुत सारे शब्दों का प्रयोग करता है. उपद्रव, पीड़ा, विलाप, दुख, परेशानियां, कठिनाइयां, इस तरह से अनेक शब्दों का प्रयोग हम वचन में देख सकते हैं.
സങ്കീർത്തനങ്ങൾ 34:9 നാം ഇങ്ങനെ വായിക്കുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ വിടുവിക്കുന്നു. हम भजन 34 के 9 में इस तरह से पढ़ते हैं कि भक्तों को बहुत जरा उसे पढ़ लें, उसके लिए जो शब्द प्रयोग किया गया हम उसे देख लेंगे। भजन 34 का 9 इस तरह से पढ़ते हैं, നീതിമാന്റെ അനർത്ഥങ്ങൾ हे प्रभु के पवित्र लोगों, उसको गाय मानो, क्योंकि उसके धर्मियों को किसी बात की नहीं हाँ उसका 19वां पद, धर्मी पर बहुत सी विपत्तियां पड़ती तो हैं, परंतु यहोवा उसको उन सब से मुक्त करता है। यहाँ पर विपत्ति शब्द का प्रयोग किया गया है। ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ अय्यूब की पुस्तक 15वां अध्याय और उसके 35वें पद में അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് അനർത്ഥത്തെ പ്രസവിക്കുന്നു എന്ന് നാം വായിക്കുന്നു. हम पढ़ते हैं वहां पर उनको उपद्रव का गर्भ रहता और वे अनर्थ को जन्म देते हैं। സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും നമ്മുടെ ജീവിതത്തിൽ സമ്മിശ്രമായിരിക്കുന്ന അനുഭവങ്ങളായിട്ടാണ് നാം കാണാറുള്ളത്. हम इस बात को अच्छी तरह से जानते हैं कि मसीह जीवन में, हमारे संसार के इस जीवन में सुख और दुख, अच्छे समय और कठिनाइयों के समय, ये सब एक साथ हमारे जीवन में चलते रहते हैं। എന്നാൽ കഷ്ടതയുടെയും ദുഃഖത്തിന്റെയും മൂല കാരണം നാം ബൈബിളിൽ പരിശോധിച്ചാൽ, परंतु यदि हम परमेश्वर के वचन को देखें कि इस संसार में जो दुख है, क्लेश है, उसका मूल कारण क्या है? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, उत्पत्ति की पुस्तक 3रा अध्याय उसके 17वें पद को कोई पढ़ लें, 3 का 17। അവിടെ നാം കാണുന്നത്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും എന്ന് വായിക്കുന്നു. उसमें हम ऐसा पढ़ते हैं कि इसलिए भूमि तेरे कारण शापित है, तो उसकी उपज जीवन भर दुख के साथ खाया करेगा। അതിന്റെ 16-ാം വാക്യം നാം വായിച്ചാൽ, സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്ന് നാം വായിക്കുന്നു. वहां पर हम पढ़ते हैं, स्त्री से परमेश्वर कहते हैं, मैं तेरी पीड़ा और तेरी गर्भवती होने के दुख को बहुत बढ़ाऊंगा, तू पीड़ित होकर बालक उत्पन्न करेगी। ഇതിനു മുൻപുള്ളതായിരിക്കുന്ന മനുഷ്യ അല്ലെങ്കിൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ മനുഷ്യന് ഏതെങ്കിലും നിലയിലുള്ളതായിരിക്കുന്ന കഷ്ടതയുടെ അനുഭവം നാം എങ്ങും കാണുന്നില്ല. इसके पहले हम मनुष्य को इस तरह की पीड़ा या तकलीफ और दुख को अनुभव करते हुए नहीं देख सकते हैं। ദൈവിക സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധം, അത് സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അനുഭവമായിട്ടാണ് നാം വായിക്കുന്നത്. परमेश्वर ने मनुष्य को अपने स्वरूप और समानता में बनाया, और परमेश्वर और मनुष्य के बीच में चूंकि बहुत ही एक अच्छा अटूट संबंध था, इसलिए दुख और पाप और इस तरह की कोई चीजें उस समय पर नहीं थी। മനുഷ്യന് തേജസ്സുള്ളവനായിട്ട് തന്നെ നാം ഇന്ന് ദൈവത്തിന്റെ മുഖത്തിന്റെ പ്രത്യേകത നാം ഇന്ന് വചനത്തിൽ വായിക്കുകയുണ്ടായി. അതുപോലെ മനുഷ്യൻ തേജസ്സോടു കൂടിയ ഒരു മനുഷ്യനും അതുപോലെ തന്നെ പാപമില്ലാത്തവനും പാപരഹിതനുമായിട്ട് ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും. ആ സമ്മേളനം അനുഗ്രഹീതമായിരിക്കുന്ന സമ്മേളനമാണ് നാം അവിടെ കാണുന്ന ഏദൻ തോട്ടത്തിൽ. परमेश्वर ने मनुष्य को अपनी महिमा से पूर्ण बनाया था, और वो परमेश्वर के साथ के एक ऐसे संबंध में था जिसमें बहुत आनंद था, जिसमें कोई दुख नहीं था। എന്നാൽ വീണുപോയതായിരിക്കുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം, ജോൺ ചാപ്റ്റർ 16:33, परंतु मनुष्य के विषय में जो पाप के कारण पतित हो गया, उसके जीवन में जो पतन आया, उसके विषय में प्रभु यीशु मसीह यूहन्ना रचित सुसमाचार 16वें अध्याय के 33वें पद में कुछ बातें हमें बताते हैं। ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, संसार में तुम्हें क्लेश होता है। അതുപോലെ തന്നെ ജോൺ ചാപ്റ്റർ 15:20, 15:20, इसी तरह से यूहन्ना 15 के 20 में हम ऐसा पढ़ते हैं, കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്, അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. यदि उन्होंने तुम्हें सताया तो मुझे सताया, तो तुम्हें भी सताएंगे, यदि उन्होंने मेरी बात मानी तो तुम्हारी भी बात मानेंगे।
മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ 10:30 मरकुस 10 के 30 में हम ऐसा पढ़ते हैं। അതിന്റെ 29 കർത്താവ് പറയുകയാണ്, എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. 29वें पद में हम पढ़ते हैं, यीशु ने कहा, मैं तुमसे सच सच कहता हूं, ऐसा कोई नहीं जिसने मेरे और सुसमाचार के लिए घर या भाइयों और बहनों और माता पिता बाल बच्चों खेतों को छोड़ दिया हो। और उसके बाद सारी बातें बताते हुए फिर कहता है कि अब इस समय 100 गुना ना पाए घरों भाइयों बहनों माताओं बाल बच्चों खेतों पर सताव के साथ और परलोक में अनंत जीवन। ക്രിസ്തുവിന്റെ നാമം നിമിത്തം നമുക്ക് ഉപദ്രവം ഉണ്ടാകും എന്നുള്ളത് കർത്താവ് ഇവിടെ വളരെ വ്യക്തമാക്കാണ്. ഉപദ്രവങ്ങളോട് കൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടും. प्रभु यीशु मसीह ने बहुत स्पष्ट यहाँ पर बताया कि हमें अनंत जीवन दिया गया है, परंतु इस अनंत जीवन के में प्रवेश करने, उस प्रभु के पास पहुंचने से पहले इस संसार में हमें सताव है, पीड़ाएं हैं, तकलीफ है, क्लेश है। കർത്താവിന്റെ അപ്പസ്തോലന്മാർ, കർത്താവിനോട് കൂടെ നടന്നവർ, കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവവചനത്തിൽ പറയുന്നത്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:29 प्रभु यीशु मसीह के जो प्रेरित थे, प्रभु यीशु मसीह के साथ जो चलते थे, उन्होंने इस विषय को किस तरह से बताया हम देखें। ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, 129 फिलिपियों 1 अध्याय और उसका 29वां पद, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. देखें क्या लिखा है वहां पर, क्योंकि मसीह के कारण तुम पर यह अनुग्रह हुआ कि न केवल उस पर विश्वास करो पर उसके लिए दुख भी उठाओ। അതേ വിഷയം തന്നെ തെസ്സലോനിക്കർക്ക് എടുത്തു വായിക്കണമെന്നില്ല. അതേ കാര്യം തന്നെ, കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ സ്പഷ്ടമായിട്ട് അപ്പസ്തോലനായ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. और थिस्सलुनीकियों की पत्री में भी प्रेरित पौलुस हमें स्मरण दिलाता है कि हम दुख उठाने के लिए बुलाए गए। അത് തന്നെയാണ് നാം ഇന്ന് ആമുഖവാക്യത്തിൽ വായിച്ചത്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും ഉള്ളതായിരിക്കുന്ന പ്രബോധനം അപ്പസ്തോലനായ പൗലോസ് തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. इसी बात को हमने प्रेरितों के काम की पुस्तक में देखा था कि अनेक दुख उठाते हुए, क्लेश को सहते हुए हमें परमेश्वर के राज्य में प्रवेश करना होगा। അപ്പോൾ ഈ നിയമനം അതിനെ ഒരു വരമായിട്ട് ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്. കഷ്ടത നാം മറ്റ് മതങ്ങളുടെ ഒക്കെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വരം ലഭിക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയും തപസ്സിരിക്കുകയും അവരുടെ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്ത് വരം വേണമെന്ന് ചോദിക്കുകയും ആ വരങ്ങളൊക്കെയും നമുക്കറിയാം, ഒന്നിൽ സമ്പത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ഭൗമികമായിരിക്കുന്ന നന്മകൾ. അപ്പൊ വരം എന്ന് പറയുന്നത് ഒരു ഭൗമിക അനുഗ്രഹമായിട്ട് മാത്രമാണ് പൊതുവെ ജനങ്ങൾ കാണുന്നത്. हम इस संसार में भी अनेक धर्मों में इस तरह की बातों को सुनते हैं, देखते हैं कि लोग तपस्या करते हैं और उसके बाद फिर उनको जो है उनके तपस्या के फलस्वरूप वो वर मांगते हैं कि हमें फलाना वर चाहिए, और इस तरह से लोग अपने भौतिक चीजों के लिए कुछ बातें मांगते हैं, उस बात को वर के रूप में देखा जाता है। അപ്പോൾ ഇത് ഒരു വരം എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ നാമത്തിൽ നാം അനുഭവിക്കുന്നതായിരിക്കുന്ന കഷ്ടങ്ങൾ അതൊരു സമ്പത്താണ്, അത് ഭാഗ്യകരമായിരിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. जहां तक हम विश्वासियों की बात है, परमेश्वर का वचन बताता है कि परमेश्वर ने एक वर के रूप में, परमेश्वर ने एक वरदान के रूप में हमें कठिनाइयों को, क्लेशों को, दुखों को इस संसार में रहते हुए दिया है। ക്രിസ്തുവിന്റെ പ്രധാന ശിഷ്യനായിരുന്ന അപ്പസ്തോലനായ പത്രോസ്, प्रभु यीशु मसीह के शिष्यों में से एक जो बहुत ही प्रमुख था, जिसे हम प्रेरित पतरस के रूप में जानते हैं, അദ്ദേഹത്തിന്റെ 2 ലേഖനങ്ങളിലും ക്രിസ്തുവിന്റെ നാമനിമിത്തമുള്ളതായിരിക്കുന്ന കഷ്ടതയുടെ വളരെ ആഴമേറിയ ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. प्रेरित पतरस की दोनों ही पत्रियों में हम उसे मसीही जीवन के कष्ट के विषय में, क्लेश के विषय में, दुख के विषय में बार बार बताते हुए देख सकते हैं.
4:14 വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. हम ഒന്ന് പത്രോസ്. पहला पत्रस उसका 4 अध्याय उसके 14वें पद को हम देखें. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. वहां पर हम ऐसा पढ़ते हैं, फिर यदि मसीह के नाम के कारण तुम्हारी निंदा की जाती है तो तुम धन्य हो, क्योंकि महिमा का आत्मा जो परमेश्वर का आत्मा है तुम पर छाया करता है. അപ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് ഭാഗ്യമാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. यहाँ पर हमें स्मरण दिलाया जा रहा है कि प्रभु यीशु मसीह के नाम के कारण, मसीह के नाम के कारण यदि हमारी निंदा की जाती है, यदि हमें सताया जाता है तो हम धन्य हैं. ഇത് എഴുതുവാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഈ എഴുതിയ അപ്പസ്തോലന്മാർ എങ്ങനെയായിരുന്നു അതിനെ അഭിമുഖീകരിച്ചത് എന്ന് അപ്പസ്തോല പ്രവൃത്തികൾ 5:41 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और जिस प्रेरित ने इसे लिखा है, उन प्रेरितों ने अपने जीवन में क्या अनुभव किया, इस बात को हम प्रेरितों के काम की पुस्तक उसके 5वें अध्याय में हम पढ़ते हैं. 5:41 में पढ़ते हैं. कोई जरा जल्दी पढ़ लें. 5:41 प्रेरितों 5:41. बात से आनंदित होकर महासभा के सामने से चले गए कि हम उसके नाम के लिए अपमानित होने के योग्य तो ठहरे. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. हम इस बात को वहां पढ़ते हैं कि प्रभु के नाम के लिए हम अपमानित होने के योग्य तो समझे गए. इस बात को समझते हुए बहुत आनंद के साथ वो वहां से चले गए. കഷ്ടം അനുഭവിക്കുന്നതിന് ചില നിബന്ധനകൾ ദൈവവചനം നിഷ്കർഷിക്കുന്നുണ്ട്. परमेश्वर का वचन हमें बताता है कि एक मसीही विश्वासी को दुखों का सामना किस तरह से करना चाहिए. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ആ നിബന്ധന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. पहला पत्रस उसका 2रा अध्याय उसके 20वें पद में हम उस बात को देख सकते हैं. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദം. यदि तुमने भला काम करके यदि तुम दुख उठाते हो और धीरज धरते हो तो यह परमेश्वर को भाता है. അതിന് വിപരീതമായിട്ടുള്ളത് 20-ന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട്. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്. और उसके ठीक पहले, इसके ठीक विपरीत हम इसके पहले भाग में पढ़ते हैं कि यदि अपराध करके यदि तुमने घूसे खाए और धीरज धरा तो इसमें कौन सी बड़ाई की बात है. ഞാൻ എം.ഇ. ചെറിയാൻ സാറ് പറഞ്ഞ ഒരു കഥയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. परमेश्वर के दास एक भाई थे जिनका नाम एमी चेरियन था. वे उन्होंने एक कहानी सुनाई जिसके बारे में मुझे ऐसा स्मरण आता है. അദ്ദേഹത്തിന്റെ അയൽവാസിയായി ജീവിച്ചിരുന്ന ഒരു വിശ്വാസത്തിലേക്കൊക്കെ വന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തനാകാതെ പഴയ സ്വഭാവത്തിൽ അദ്ദേഹം തുടർന്നു. उनके पड़ोस में एक व्यक्ति रहता था जिसने प्रभु यीशु मसीह पर विश्वास किया था, परंतु उसके जीवन में उसकी कुछ पुरानी आदतें थी जो अभी भी उसके जीवन में दिखाई दे रही थी. അയൽ വീട്ടിൽ അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ ഈ കമുകിൽ കയറി അതിന്റെ ഫലം പറിച്ച് അദ്ദേഹം കുറെ കൂട്ടിയിട്ടു. और उस व्यक्ति ने अपने पड़ोस के घर के उस भूमि पर जाकर वहां पर जो सुपारी का जो पेड़ है उस पेड़ पर चढ़कर उसमें से कुछ तोड़ लिए और अपने घर में इकट्ठे किए. അത് അതിന്റെ ഉടമസ്ഥൻ അത് കയ്യോടെ പിടിച്ച് ഈ മനുഷ്യനെ പിടിച്ച് ആ കമുകിൽ തന്നെ കെട്ടിയിട്ടു. और जब उसके मालिक को ये खबर लगी उसने तुरंत उसको रंगे हाथों पकड़ लिया और उसी पेड़ से उसको बांध दिया. ഈ വിവരം അറിഞ്ഞ് ദൈവദാസൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. और ये खबर जो है प्रभु के दास एमी चेरियन को मिली और वे उससे मिलने के लिए वहां पर गए. അദ്ദേഹം വളരെ വിലാപത്തോടു കൂടി പറഞ്ഞു, നമ്മുടെ കർത്താവ് എന്തുമാത്രം കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് എന്ന് എം.ഇ. ചെറിയാൻ സാറിനോട് പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പറയുവാനിടയായത്. और उन्होंने बताया कि उस भाई ने जो वहां पर बंधा हुआ था उसने इस तरह से कहा कि प्रभु ने कितना कष्ट सहा. നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ വില കുറച്ച് കണ്ടിട്ട് അങ്ങനെ പറയുന്നത് എത്രയോ അബദ്ധമായിരിക്കുന്ന കാര്യമാണ്. ये कितनी ही अजीब बात है और दुख की बात है कि उस व्यक्ति ने प्रभु के दुखों को इस तरह से देखा
कि वो गलत कार्य कर रहा है और उसके कारण वो घूसे खा रहा है और वो उसकी सजा भुगत रहा है और वो उसे प्रभु के इस दुख के साथ उसकी तुलना कर रहा है। അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നത് അതാണ് ദൈവത്തിന് പ്രസാദം. और इसलिए प्रेरित पत्रस यहाँ पर हमें स्मरण दिलाता है, भला काम करने के बाद यदि हम दुख उठाते हैं और धीरज धरते हैं तो यह परमेश्वर को भाता है. ഏറ്റവും വലിയ നന്മ ചെയ്യുക എന്നുള്ളത് സുവിശേഷം അറിയിക്കുന്ന ശുശ്രൂഷയാണ്. सबसे बड़ा भला काम क्या है आप जानते हैं? वो यह है कि हम प्रभु यीशु मसीह के सुसमाचार को लोगों के पास पहुंचाएं. കർത്താവിൽ വിശ്വസിച്ച യഹൂദന്മാർ കർത്താവിനോട് ചോദിച്ചു, ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി എന്താണ് എന്ന്. और प्रभु यीशु मसीह के पास कुछ यहूदी आए और उस तरह से कहा कि परमेश्वर को भाने वाला भला काम क्या है? അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എത്രയെന്ന് ആണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. प्रभु यीशु मसीह ने इस तरह से कहा कि जिसे परमेश्वर ने भेजा है उस पर विश्वास करना ही सबसे बड़ा भला काम. അപ്പോൾ ആ നന്മ ചെയ്തിട്ട് ഇന്ന് ദൈവജനം അനുഭവിക്കുന്ന കഷ്ടം, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലുമൊക്കെ ഈ നാളുകളിൽ നാം കേൾക്കുന്ന അനേക വിഷയങ്ങൾ ഞങ്ങളുടെ സഭയിലുമൊക്കെ അല്ലെങ്കിൽ നാട്ടിലുള്ള അനേകരുടെ ഹൃദയങ്ങളെ വളരെ ആഴത്തിൽ ഭരിക്കുവാനിടയായിട്ടുണ്ട്. और इसी दुख के बारे में जो प्रभु यीशु मसीह पर विश्वास करने के कारण और प्रभु यीशु मसीह के सुसमाचार के कारण विश्वासियों को होता है, जो इन दिनों में अलग अलग स्थानों पर हम सुन रहे हैं, जिसके बारे में उन सारी बातों के लिए हम के बारे में हम अपनी कलीसिया में भी प्रार्थना करते हैं और ये विचार हमारे मन में है. ഛത്തീസ്ഗഡിലുള്ളതായിരിക്കുന്ന വിഷയം, അത് അനേകരുടെ ഭവനങ്ങൾ നഷ്ടമായി, അവരുടെ സമ്പത്തുകൾ നഷ്ടമായി, അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടമായി, അവരുടെ ആരാധനാലയങ്ങൾ നഷ്ടമായി. അങ്ങനെ ക്രിസ്തുവിന്റെ നാമനിമിത്തം അവർ കഷ്ടം സഹിക്കുന്നു എങ്കിലും അവരുടെ സ്ഥിതി കാണുവാനായിട്ട് കേരളത്തിൽ നിന്ന് പോയ ദൈവദാസന്മാർ കണ്ടത് വളരെ വിശ്വാസത്തോടു കൂടി അവർ സമർപ്പണത്തോടെ നിൽക്കുന്നതായിരിക്കുന്ന പല വീഡിയോ ക്ലിപ്പുകളും ഞങ്ങൾക്ക് കാണുവാനിടയായിട്ടുണ്ട്. और छत्तीसगढ़ में और अन्य अनेक स्थानों पर प्रभु यीशु मसीह के गवाही के कारण, प्रभु यीशु मसीह पर विश्वास करने के कारण विश्वासियों ने जो अपने घर खो दिए, जो उनके घर नष्ट कर दिए गए, उनके खेत खलियान नष्ट कर दिए गए, उनकी कलीसिया की जो सभाएं जहां होती थी उन हॉल्स को जो है भवनों को नष्ट कर दिया गया. और इस सब के बावजूद प्रभु के आनंद में परिपूर्ण उन लोगों को देखने का के उन कुछ दृश्यों को देखने का प्रभु ने अवसर दिया. അപ്പോസ്തലനായ പത്രോസ് തന്നെ വീണ്ടും 1 പത്രോസ് 4:19 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. हम पतरस को फिर से एक और बात कहते हुए देखते हैं. पहला पतरस 4 अध्याय के 19वें पद में हम ऐसा पढ़ते हुए देख सकते हैं. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സാഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. इसलिए जो परमेश्वर की इच्छा के अनुसार दुख उठाते हैं वे भलाई करते हुए अपने अपने प्राण को विश्वास योग्य सृजनहार के हाथ में सौंप दें. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ അവിടെയുള്ള പുരുഷാരത്തെ പ്രബോധിപ്പിക്കുന്നത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. मत्ती रचित सुसमाचार 5वें अध्याय में प्रभु यीशु मसीह ने इस बात को हमें स्मरण दिलाया कि जो धार्मिकता के कारण जो सताए जाते हैं वे धन्य हैं. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്ന നിബന്ധനകളിൽ ഒന്ന്, നന്മ ചെയ്തിട്ട് നാം കഷ്ടം അനുഭവിക്കണം, അത് ദൈവത്തിന്റെ പ്രസാദമാണ്. सबसे पहली बात जो हमने दुख के विषय में एक मसीह विश्वासी के बारे को किस तरह से देखना चाहिए, इसमें पहली बात ये देखी कि भले काम करते हुए हमें दुख उठाना है और उसमें धीरज धरना है. ദൈവേഷ്ടപ്രകാരം നാം കഷ്ടം അനുഭവിക്കണം. दूसरी बात हम यहाँ पर 19वें पद में पढ़ते हैं, परमेश्वर की इच्छा के अनुसार दुख उठाना है. മൂന്നാമത്, നീതി നിമിത്തം നാം ഉപദ്രവിക്കപ്പെടുവാനോ കഷ്ടം അനുഭവിക്കുവാനോ സാധ്യതയുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്. और तीसरी बात, धार्मिकता के कारण सही, परमेश्वर की दृष्टि में जो सही है उन कार्यों को करने के कारण यदि दुख उठाते हैं तो वास्तव में धन्य है. ഈ കഷ്ടത കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ കഷ്ടതയുടെ ലക്ഷ്യം ദൈവവചനം വളരെ സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട്. परमेश्वर का वचन हमें स्पष्ट बताता है कि जो कष्ट हम उठाते हैं, क्लेश उठाते हैं, दुख उठाते हैं, उसका परिणाम क्या होता है. സമയത്തിന്റെ ലഭ്യത കുറവുകൊണ്ട് ഞാൻ കമ്പിവാചകത്തിൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു. समय की कमी के कारण बहुत ही संक्षिप्त में मैं उन बातों को बताना चाहूंगा.
1 പത്രോസ് 4:2 നാം ഇങ്ങനെ വായിക്കുന്നു, पहला पतरस 4 उसके दूसरे पद में हम ऐसा पढ़ते हैं, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവർ ജഡത്തിൽ ശേഷിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടത്. उसके पहले और दूसरे पद को पढ़ेंगे, इसलिए जबकि मसीह ने शरीर में दुख उठाया तो तुम भी उसी मनसा को हथियार के समान धारण करो, क्योंकि जिसने शरीर में दुख उठाया वह पाप से छूट गया, ताकि भविष्य में अपना शेष शारीरिक जीवन मनुष्यों की अभिलाषाओं के अनुसार नहीं वरन परमेश्वर की इच्छा के अनुसार व्यतीत करे. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മെ കഷ്ടതയിൽ കൂടി ദൈവം കടത്തിവിടുമ്പോൾ ജഡമോഹങ്ങളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിമലീകരിക്കുകയാണ് ചെയ്യുന്നത്. एक बड़ी सच्चाई जो यहाँ पर परमेश्वर का वचन हमें स्मरण दिलाता है वो यह है कि जब हम दुखों के उस अग्नि में से होकर जाते हैं, कष्टों के और क्लेश के उस अग्नि में से होकर जाते हैं, तो ये हमें शारीरिक अभिलाषा और पाप के उन बातों से परमेश्वर छुड़ाने के लिए एक बड़े औजार के रूप में परमेश्वर इनका उपयोग करता है. അപ്പോൾ ഈ കഷ്ടത ഇതൊരു നന്മയാണ്. പലപ്പോഴും നമുക്കത് ക്ലേശമായിട്ട് തോന്നാമെങ്കിലും ഇത് വലിയ നന്മയാണ്. പാപത്തിൽ നിന്ന് നമുക്ക് വിട്ടൊഴിഞ്ഞു നിൽക്കുവാൻ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. और इसलिए संसार में होने वाला ये जो क्लेश है, दुख है, ये भले ही हमें कुछ समय के लिए बहुत ही तकलीफ दे मालूम पड़े, परंतु ये परमेश्वर का एक वरदान है. परमेश्वर ने इसके द्वारा हमें शारीरिक अभिलाषाओं से और पाप की बातों से छुड़ाने के लिए परमेश्वर ने ठहराया है. 119 സങ്കീർത്തനത്തിൽ അതിൻ്റെ 71 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് നന്നായി എന്നാണ്. भजन 119 और उसके 71वें पद में हम ऐसा पढ़ते हैं कि मुझे जो दुख हुआ वह मेरे लिए भला ही हुआ है, जिससे मैं तेरी विधियों को सीख सकूं. भजन 119:71. അതിൻ്റെ തന്നെ 92 വാക്യം, और इसी के 92वें पद में हम ऐसा पढ़ते हैं, यदि मैं तेरी व्यवस्था से सुखी न होता तो मैं दुख के समय नष्ट हो जाता. നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രമോദമായിരുന്നില്ല എങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നെ നാശത്തിൽ നിന്ന് വിടുവിച്ചത് നിന്റെ വചനമാണ്. അഥവാ നീ എന്നെ കഷ്ടതയിലാക്കിയത് അത് വളരെ നന്നായി എന്നാണ് അവിടെ പറയുവാൻ ഇടയാകുന്നത്. या भजन करता जो कहना चाहता वो यह है, जब मैं दुख में से होकर गुजर रहा था, तब यदि तेरी व्यवस्था मुझे नहीं होती मेरे पास तो मैं नष्ट हो जाता. അതിന്റെ 67 വാക്യം കൂടി നമുക്ക് വായിക്കാം. इसके 66वें पद को भी हम एक बार पढ़ेंगे. 119:67. 67. उससे पहले कि मैं दुखित हुआ, मैं भटकता था, परंतु अब मैं तेरे वचन को मानता हूं. ഞാൻ എൻ്റെ സൗഖ്യത്തിൽ ഞാൻ തെറ്റിപ്പോയി. അത് എന്ന് പറഞ്ഞാൽ ഇവിടെ കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സുഖത്തിൽ ഞാൻ തെറ്റിപ്പോയി. എന്നാൽ നീ എന്നെ കഷ്ടതയിലാക്കിയപ്പോൾ നിന്റെ വചനത്തെ പ്രമാണിക്കുവാനും മടങ്ങി വരുവാനും അഥവാ തെറ്റുതിരുത്തുവാനും എനിക്ക് അവസരം ലഭിച്ചു എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നത്. इतनी सुंदर बात यहाँ पर परमेश्वर का दास जो है भजन करता यहाँ पर कहता है, वो कहता है कि जब दुख नहीं था, जब सारी चीजें ठीक चल रही थी तो मैं भटक गया था, परंतु अब इस दुख के कारण मैं तेरे वचन को अब मानता हूं. ഇത് എത്രയോ സത്യമായ ഒരു പ്രബോധനമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം എത്രയോ പ്രാവശ്യം തെറ്റിപ്പോകുമ്പോഴും നമ്മുടെ സുഖത്തിൽ നാം ഈ തെറ്റിനെ കുറിച്ച് ഒരു പക്ഷേ നമുക്ക് മടങ്ങി വരുവാൻ സാധിക്കില്ല. എന്നാൽ കഷ്ടതയിൽ കൂടി പോകുമ്പോൾ ഓരോ തെറ്റുകളെയും നമുക്ക് ഓർത്ത് വിലപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നൽകുന്ന മനോഹരമായ അവസരമാണ് ഈ കഷ്ടതയുടെ അനുഭവം. इतनी ही सच्ची बात है जो यहाँ भजन करता कहता. कई बार जीवन के बहुत ही अनुकूल समयों में जब सारी चीजें बहुत अच्छी चल रही हैं, हम बहुत सारी चीजों को बहुत हल्के से ले लेते हैं, कई बार भटक भी जाते हैं. परंतु जीवन में जब प्रभु दुखों की अनुमति देते हैं तो वो हमारे लिए एक माध्यम बन जाता है प्रभु के पास फिर से लौट कर आने के लिए, प्रभु के चरणों पर फिर से आने के लिए. സങ്കീർത്തനങ്ങൾ 66:14 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. भजन 66 के 4 पद में हम ऐसा पढ़ते हैं, ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എൻ്റെ വായാൽ നേർന്നു. 66:14. 66 के 14 को हम पढ़ेंगे, जो मैंने मुंह खोलकर मानी और संकट के समय कही थी. ഇവിടെ
ആരാധനയുടെ മഹത്വം മനസ്സിലാക്കുവാൻ എന്നെ നീ കഷ്ടതയിൽ കൂടി നടത്തിയത് നന്നായി എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. यहाँ पर भजनकर्ता कहता है कि मेरे जीवन में जो दुख हुआ वो ये इस बात के लिए एक रास्ता बन गया कि मैं मुंह खोलकर तेरी आराधना करूं, तेरी स्तुति कर सकूं. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്ന ഒരു വിഷയമാണ്. പഴയ നിയമത്തിൽ ആസയുടെയും അതുപോലെ തന്നെ യഹോശാഫാത്ത് രാജാവിൻ്റെയും ഒക്കെ കാലത്ത് ശത്രു രാജ്യങ്ങൾ അവരെ ആക്രമിക്കുവാനായിട്ട് വരുമ്പോൾ ആസ ചോദിക്കുന്നുണ്ട്, ബലവാനും ബലഹീനനും തമ്മിൽ വ്യവഹാരമുണ്ടായാൽ നീ ബലഹീനനെ താങ്ങുകയില്ലയോ? അങ്ങനെ യഹോവയിൽ ആശ്രയിച്ച് വലിയ വിടുതൽ നേടുകയും അതിനുശേഷം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ആസയുടെയും യഹോശാഫാത്തിന്റെയും ചരിത്രം നമ്മളുടെ മുൻപിൽ പഴയ നിയമത്തിലുണ്ട്. पुराने नियम में हम राजा आसा के विषय में, राजा यहोशापात के विषय में पढ़ते हैं कि जब शत्रुओं ने आक्रमण किया उस समय पर वो कहते हैं परमेश्वर से कि प्रभु, यदि एक बलवान व्यक्ति, बहुत ही बलवंत व्यक्ति और एक बहुत ही कमजोर व्यक्ति के बीच में यदि एक लड़ाई छिड़ जाती है तो उसमें क्या तू उस कमजोर व्यक्ति की सहायता नहीं करेगा? और परमेश्वर की उस बलवंत भुजा को देखने के पश्चात वो परमेश्वर की स्तुति करते हैं. അങ്ങനെ കഷ്ടതയിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് 2 കൊരിന്ത്യർ 1:4 കൂടി വായിക്കാം. एक और भाग पढ़ेंगे, 2 कुरिन्थियों 1 अध्याय उसका 4 पद, जहां पर हम कष्टों के कारण एक विश्वासी, 2 കൊരിന്ത്യർ 1:4, 2 कुरिन्थियों 1 अध्याय उसका 4 पद. അതായത് കഷ്ടം അനുഭവിക്കുന്നവരെ അവരുടെ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കുവാൻ ദൈവം നമ്മെ കഷ്ടതയിൽ കൂടി കടത്തിവിടുമ്പോൾ ആ കഷ്ടതയുടെ ആധിക്യം നാം മനസ്സിലാക്കുമ്പോൾ സമാനമായിരിക്കുന്ന കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ദൈവം നമുക്ക് ശക്തി നൽകും. यहाँ पर प्रेरित पौलुस बताता है कि हम जब क्लेशों में से होकर गुजरते हैं तो उस क्लेश में परमेश्वर हमें जो शांति देते हैं, जो सांत्वना देते हैं, हमें सहायता करते हैं, वो दूसरे लोगों के लिए जो उस तरह के क्लेशों में से होकर गुजर रहे हैं उन्हें शांति देने के लिए हमारे जीवन में सहायक बन जाता है. അങ്ങനെ വീണ്ടും പല വിഷയങ്ങളുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല, കാരണം എൻ്റെ സമയം തീർന്നു എന്ന് എനിക്ക് മനസ്സിലായി. हमारे पास समय कम है, इसलिए बहुत सारी बातें इसके विषय में है बताने के लिए, मैं उस समय नहीं जा रहा. കഷ്ടത പ്രശംസയുടെ വിഷയമാണ്. कष्ट और क्लेश जो है हमारे लिए घमंड की बात है, या फिर उसमें हम आनंदित हो सकते हैं. റോമർ 5:3 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. रोमियो 5:3 में हम ऐसा पढ़ते हैं. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു. और वहां पर ऐसा पढ़ते हैं कि क्लेशों में भी घमंड करें, यह जानकर कि क्लेश से धीरज, धीरज से खरा निकलना और खरे निकलने से आशा उत्पन्न होती है. കഷ്ടതയുടെ ദൈർഘ്യം എന്ന് ഉള്ളത് നമ്മെ വളരെ പ്രചോദിപ്പിക്കുന്ന ഒരു വിഷയമാണ്. എന്താണ് ആ ദൈർഘ്യം എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. और क्लेश जो है कितना लंबा खिंचता है, ये भी एक विषय है जो हमें कई बार बहुत प्रोत्साहित करता है. ഇന്ന് ഇവിടെ മനപ്പാഠം പഠിച്ചതായിരിക്കുന്ന ഇവിടെ പറയപ്പെട്ടതായിരിക്കുന്ന വാക്യത്തിൽ കഷ്ടതയുടെ ദൈർഘ്യം വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് നമുക്ക് നൽകി തരുന്നുണ്ട്. और क्लेश, संसार के जो क्लेश हैं कितने समय तक लंबे खींचेंगे, इसके विषय में आज हमने जो कंठस्थ किया था पद, वो भी बहुत सुंदर तरीके से बताता है. 2 കൊരിന്ത്യർ 4:17 അതിന്റെ ദൈർഘ്യം പറയുന്നത് നൊടി നേരം എന്നാണ്. और 2 कुरिन्थियों उसके 4 अध्याय के 17वें पद को जिसे हमने कंठस्थ किया था, वहां पर लिखा है कि वो पल भर का सा हल्का क्लेश है. അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസിന്റെ 5:10 പറയുന്നത് അല്പകാലത്തേക്കുള്ള നിങ്ങളുടെ കഷ്ടമെന്നാണ് പറയുന്നത്. और 1 पत्रस 5वें अध्याय के 10वें पद में प्रेरित पत्रस इस तरह से कहता है, तुम्हारा थोड़े समय का दुख. അങ്ങനെ ഇതിന്റെ ദൈർഘ്യം, അതായത് നമ്മുടെ ഒരു മനുഷ്യ ജീവിതം മുഴുവനാണെങ്കിലും അത് തുലനം ചെയ്യുന്നത് നാം അനുഭവിക്കുവാൻ പോകുന്ന നിത്യതയുമായിട്ടാണ് അത് തുലനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നൊടി നേരവും അല്പകാലവും എന്ന് പറയുവാൻ കാരണം. संसार के क्लेश भले ही हमारे आयु भर, हमारे जीवन भर हम अनुभव करें, लेकिन ये उस अनंतता के साथ जो हम परमेश्वर के साथ महिमा में बिताने वाले हैं, उसके साथ जब तुलना करके देखते हैं तो ये बहुत ही छोटा सा है, बहुत ही थोड़े समय का है. ദൈവം നമുക്ക് അത് അനുഗ്രഹമായിട്ട് നൽകുന്നത് നിത്യകാലം ദൈവത്തോടു കൂടെ നമുക്ക് കറയും കളങ്കവും ചുളുക്കവും ഇല്ലാതെ
ക്രിസ്തുവിനോട് കൂടെ നാം ഒരുമിച്ച് വാഴുവാൻ വേണ്ടി നമ്മെ ശുദ്ധീകരണത്തിൽ നമ്മെ കൂടുതൽ തേജസ്സോടു കൂടി നിർത്തുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് ഈ കഷ്ടങ്ങൾ. हमारे जीवन के जो क्लेश हैं, दुख हैं, मेरे प्रिय भाइयों और बहनों, ये परमेश्वर के द्वारा दिए गए वरदान हैं. इस बात को हम समझ लें ताकि इन सब के द्वारा परमेश्वर हमें शुद्ध करे, साफ करे और बिना किसी झुर्री और कलंक और खोट के हमें परमेश्वर के सामने खड़ा करे. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരമുണ്ട്, പിശാച് എന്ന്. हमसे यदि पूछें कि हमारे जीवन में हमारा सबसे बड़ा शत्रु कौन है, तो हम बहुत जल्दी बोलेंगे कि शैतान है. സാത്താൻ ഉണ്ട്, അവൻ നമ്മുടെ ശത്രുവുമാണ്. എന്നാൽ നമ്മിൽ തന്നെ ഉള്ളതായിരിക്കുന്ന നമ്മുടെ ജഡത്തേക്കാൾ വലിയൊരു ശത്രു മറ്റാരുമല്ല. पर हम ये इसमें कोई संदेह नहीं है कि शैतान हमारा शत्रु है, परंतु एक और बड़ा शत्रु हमारे अंदर है, वो है हमारा पाप का स्वभाव, हमारा पुराना स्वभाव, हमारा जो शरीर है. ഈ ജഡത്തിൽ ഉള്ളതായിരിക്കുന്ന ജഡത്തിന്റെ, അതായത് ജഡമോഹം അത് ആത്മാവിന് വിരോധമായിരിക്കുന്നു എന്ന് നാം റോമർ 8 വായിക്കുന്നുണ്ട്. और ये जो शरीर है, इस शरीर की जो अभिलाषाएं हैं, पाप की अभिलाषाएं हैं, वो परमेश्वर के आत्मा के विरोध में युद्ध करती रहती हैं, ऐसा हम पढ़ते हैं. അപ്പോൾ ഈ കഷ്ടങ്ങളിൽ നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ ജഡത്തിൽ നാം അനുഭവിക്കുന്ന മനോഭാവം എന്നുള്ളത് ഒന്ന്, ഇത് നമ്മളെ ക്ഷീണിപ്പിക്കുമെന്നുള്ളതാണ്. और जब हम कष्टों में से होकर गुजरते हैं तो कई बार ये जो हमारे अंदर एक तरह का एक निराशा का भाव कई बार हमें बहुत कमजोर करने के लिए ये प्रयास करता है. അതുകൊണ്ട് കഷ്ടത നമ്മെ നിരാശയിലേക്കും മടുപ്പിലേക്കും അത് നടത്തുമ്പോൾ നമ്മെ സ്ലോലി ആത്മീകമായിരിക്കുന്ന നമ്മുടെ ഉത്സാഹത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുവാൻ സഹായിക്കുന്ന നിലയിൽ പിശാച് നമ്മെ ആ നിലയിൽ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. इसलिए कई बार शैतान हमारे जीवन में जब कष्ट आते हैं तो हमें निराश करके परमेश्वर के उस इच्छा से दूर करने के लिए, प्रभु के उस आनंद से दूर करने के लिए कई बार उसका उपयोग कर देता है. നമ്മുടെ ക്ഷീണത്തിൽ നിന്നും മടുപ്പിൽ നിന്നും നമുക്ക് ഇതിനെ അതിജീവിക്കുവാനുള്ള ഒരൊറ്റമൂലി ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. परंतु इसके ऊपर विजय पाने के लिए एकमात्र जो रास्ता है, परमेश्वर का वचन बताता है, परमेश्वर का वचन है. അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വചന ശുശ്രൂഷ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. इसके साथ इस बात को कहकर मैं अपने इस संदेश को जो है समाप्त करना चाहता हूँ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. इब्रानियों की पुस्तक उसका 12वां अध्याय उसका 3रा पद. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. इसलिए उस पर ध्यान करो जिसने अपने विरोध में पापियों का इतना विरोध सह लिया कि तुम निराश होकर साहस न छोड़ दो. ഇന്ന് പകൽക്കാലം നാം ധ്യാനിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ മഹത്വമാണ്. आज हम सुबह प्रभु यीशु मसीह ने जो हमारे लिए क्लेश कष्ट सहे, उन बातों को हम मनन कर रहे थे. എന്നാൽ അതിനെ നാം പൂർണ്ണമായിട്ട് നാം ഒന്ന് ധ്യാനിച്ചാൽ അത് നമ്മുടെ ഏത് ക്ഷീണവും, നമ്മുടെ ഏത് മടുപ്പും, ഏത് നിരാശയും അത് മാറ്റിക്കളയുവാൻ അത് ഈ ധ്യാനം നമ്മെ ഉത്സാഹഭരിതരാക്കുകയും ക്രിസ്തുവിന് വേണ്ടി, അവന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നാം ഉത്സുകരാകുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒറ്റമൂലിയുടെ ഗുണം. यहाँ पर जो प्रभु यीशु इब्रानियों का लेखक बता रहा है वो यह है कि प्रभु यीशु मसीह ने हमारे लिए जो दुख सहा, जो कष्ट सहे, जब हम उस पर ध्यान करते हैं, उस पर मनन करते हैं, तो वो हमारे जीवन की हर निराशा को, हर दुख को, हर मन की व्यथा को पूर्णतः दूर करके हमें प्रभु के कार्य के लिए और भी उत्साहित होने के लिए एक रास्ता देते हैं. इस बात को हमें परमेश्वर का वचन स्मरण दिलाता है. അങ്ങനെ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ മാത്രമല്ല, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാഴികയിലും നാം ധ്യാനിക്കുന്നു എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അത് നമ്മെ സഹായിക്കുന്ന വിഷയമാണ്. और ये प्रभु यीशु मसीह के जो दुखों के ऊपर या उन्होंने जो हमारे लिए सहा, ये सिर्फ सप्ताह के पहले दिन कलीसिया में जब हम आते हैं उसी समय पर ध्यान करने के लिए मात्र नहीं है, परंतु हमारे जीवन के हर दिन हम उस पर ध्यान करते हुए यदि हम जिएंगे तो ये हमारे लिए बहुत ही सहायक होगा,
प्रोत्साहन देने वाला होगा, सामर्थ्य देने वाला होगा। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഇപ്പോഴും എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. इस वचन के द्वारा परमेश्वर हम सब की सहायता करे, हमें सामर्थ्य दे। परमेश्वर के बड़े नाम की महिमा आज से लेकर हमेशा तक होती रहे। എനിക്ക് ഇങ്ങനെ ഒരു വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ അവസരം നൽകി തന്ന മെശീഹി മണ്ഡലി സഭയോടും ഇവിടെയുള്ള വിശുദ്ധന്മാരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. इस तरह से परमेश्वर के वचन को आप सबके साथ बांटने के लिए मसीह मंडली के आप सबके प्रति मैं आभार भी व्यक्त करते हुए अपने स्थान को ग्रहण करना चाहता हूँ.